അപ്പോ എല്ലാ കാത്തിരിപ്പുകൾക്കും ചർച്ചകൾക്കുമെല്ലാം വിരാമമിട്ടുകൊണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളതും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ളതുമായ ടീമിനെ BCCI ഒഫീഷ്യലി അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർഭജൻ സിംഗ്, സഞ്ജയ് മഞ്ജരേക്കർ, ആദം ഗിൽക്രിസ്റ്റ്, സുനിൽ ഗവാസ്കർ തുടങ്ങിയ പ്രമുഖർ, പിന്നെയും കുറെ ക്രിക്കറ്റ് അനലിസ്റ്റുകളും മുൻതാരങ്ങളും എല്ലാവരും ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തണം, ഋഷഭ് പന്തോ സഞ്ജു സാംസണോ എന്ന് ഒരു ഇത് വരികയാണെങ്കിൽ അവർ ഉറപ്പായും സഞ്ജു സാംസനെ പിക്ക് ചെയ്യുകയുള്ളൂ എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടും BCCI വീണ്ടും ഋഷഭ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ജു സാംസൺ ടീമിലില്ല. അത് കേൾക്കാമെന്നവർ എനിക്ക് കാണണ്ട. ഒരു സഞ്ജു ആരാധകൻ എന്ന നിലയിലും ഒരു മലയാളി ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിലും എനിക്ക് വളരെയേറെ വിഷമമുണ്ടായ കാര്യമാണത്. ഇത്തവണയെങ്കിലും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഒരു 2ാം വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ടീമിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിച്ചില്ല. വിജയ് ഹസാരെ ട്രോഫിയാണ് ഇതിന് മാനദണ്ഡമെങ്കിൽ ആ ഇന്ത്യക്ക് സേവാഗിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ഇപ്പോഴും ടെസ്റ്റിൽ ആ റെക്കോർഡ് തുടരുന്ന കരുൺ നായരെ ടീമിൽ ഉൾപ്പെടുത്തായിരുന്നില്ലേ? വിജയ് ഹസാരെ ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ടീമിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ മറ്റു പ്രമുഖന്മാരെ എല്ലാം ടീമിൽ എടുത്തിട്ടുണ്ട്. എന്തോ ഇത്തവണ മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് BCCI അതിനിടയിൽ 2 സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2023 വേൾഡ് കപ്പിലെ ഹീറോ മുഹമ്മദ് ഷാമി ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ബുംറയ്ക്ക് കൂട്ടായി മുഹമ്മദ് ഷാമി കൂടി വരുന്നതോടെ ഇന്ത്യൻ ബൗളിങ്ങിന് കരുത്ത് പകരും. അത് നിസ്സംശയം ഉറപ്പാണ്. രവിചന്ദ്രൻ അശ്വിന് പകരം ടീമിലേക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് വാഷിംഗ്ടൺ സുന്ദറിനെ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെയും ടീമിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് സെഞ്ചുറിയൊക്കെ അടിച്ച നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിൽ എടുത്തിട്ടില്ല. അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ട് ഇനി അവസരങ്ങൾ കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും ഒരു പുതിയ കളിക്കാരനെ ടീമിലേക്ക് കൊണ്ടുവരാൻ BCCI ശ്രമിച്ചിട്ടില്ല. ഒട്ടേറെ പ്രതിഭകൾ പുറത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു റിസ്ക് എടുക്കാൻ BCCI തയ്യാറാകുന്നില്ല. രോഹിത് ശർമ്മയ്ക്കും മറ്റും ഏകദിനത്തിൽ പ്രീവിയസ് ഇയറിൽ നല്ല റെക്കോർഡാണുള്ളത്. തീർച്ചയായും ശരി തന്നെ ആയിരിക്കും. ഈ അടുത്തിടെ ടെസ്റ്റിലാണ് വളരെ മോശം ഫോം ഔട്ടായി തുടങ്ങിയത്. രോഹിത് ശർമ്മയുടെ വിരാട് കോഹ്ലിയുടെയും ഒക്കെ ഏകദേശം അവസാന പരമ്പരയായിരിക്കാൻ സാധ്യതയുണ്ട്. വേറൊന്നുമല്ല, അവർ പെർഫോം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവരുടെ അവസാന പരമ്പര ആയിരിക്കും. ഏതായാലും ഒഴിവാക്കിയ പ്രമുഖരുടെ കാര്യം വിടാം. നമുക്ക് ടീമിലെടുത്ത പ്രമുഖരെ കുറിച്ച് ഒന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ ടീം നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ തുടങ്ങിയവർ ബാറ്റർമാരായി. ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, KL രാഹുൽ വേറെ വിക്കറ്റ് കീപ്പർ ഉണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷാമി, അർഷദീപ് സിംഗ് തുടങ്ങിയവരാണ് സെലക്ട് ചെയ്തത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി പോയി വിജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചേക്കാം. ഒരു തുടക്കമാണ്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.